ഫൈസൽ, ഇതിൽ ഏറ്റവും പ്രധാനം ഡോക്ടറുടെ ഒരു വിശദീകരണം. കുടുംബം ആരോപണം ഉന്നയിച്ചത് ലളിതാംബിക ഡോക്ടർക്കെതിരെയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് താനല്ല ഈ സർജറി നടത്തിയിരുന്നത്. മാത്രമല്ല, ഈ സർജറിക്ക് ശേഷം വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് പേഷ്യന്റ് ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നുകൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരാണ് ഈ സർജറി നടത്തിയത്, മറ്റു കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഡോക്ടറുടെ വിശദീകരണം എന്താണ്? കേസിലെ മറ്റു നടപടികളൊക്കെ എങ്ങനെ നടക്കും? ജിൽസി, അല്പസമയം മുമ്പാണ് ഈ കേസിലെ അതായത് ഈ കുടുംബം പറയുന്ന ഈ ഉഷ ജോസഫ് പറയുന്ന ഡോക്ടർ ലളിതാംബിക കഴിഞ്ഞ അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ അവർ പറയുന്നത് ഒരു കാരണവശാലും ഇത് താൻ ചെയ്ത സർജറി അല്ല എന്നാണ്. അതായത് ഈ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡേറ്റ് തീരുമാനിച്ചതൊക്കെ ഈ ലളിതാംബികയാണെന്നുള്ള കാര്യം ഈ ഉമ ജോസഫ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക അത് തൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഓപ്പറേഷൻ ചെയ്തത് താനല്ല എന്ന് അടിവരയിടുകയാണ് ഈ ലളിതാംബിക എന്ന ഡോക്ടർ. അതായത് അവർ പറയുന്നത് ഇത് ക്യാൻസറാണ് എന്ന തോന്നിയത് കൊണ്ടാണ് അന്ന് 2021 മെയ്യിൽ ആ കോവിഡിൻ്റെ 2ാം ഘട്ടത്തിൽ തന്നെ ക്യാൻസറാണ് എന്നുള്ള സംശയം കൊണ്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. എന്നാൽ അത് ക്യാൻസറല്ല എന്ന് പിന്നീട് മനസ്സിലാവുകയായിരുന്നു. ഈ വയറ്റിലുള്ള യൂട്രസിലാണ് ഈ മുഴ ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ വലിയൊരു മുഴയായിരുന്നു. അപ്പോൾ അത് ക്യാൻസറാണെന്ന് തോന്നിയത് കൊണ്ടാണ് അന്ന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ അത് പിന്നീടാണ് ക്യാൻസർ അല്ല എന്ന് മനസ്സിലായത് എന്നാണ് ഈ ഡോക്ടർ ലളിതാംബിക പറയുന്നത്. ഒപ്പം തന്നെ ഈ ഡോക്ടറുടെ മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കത്രിക 5 കൊല്ലമല്ല 50 കൊല്ലം വയറ്റിൽ കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം കൂടി ഡോക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ, അതായത് ഡേറ്റ് തീരുമാനിച്ചത് നൽകിയതും ഒക്കെ യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ താൻ തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഓപ്പറേറ്റ് ചെയ്തത് താനല്ല. അത് ഈ സംഭവം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ തനിക്കൊരു അറിവും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഇത് സംഭവം ഇനിയിപ്പോൾ കേസ് ഡയറി ഒക്കെ പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ 9:30-10 മണിയോടുകൂടി സൂപ്രണ്ട് എത്തും. സൂപ്രണ്ട് കൂടുതൽ കാര്യം വിശദീകരിക്കും. കാരണം സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 10 മണിയോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് നടത്തും എന്നുള്ള കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സൂപ്രണ്ട് വന്നതിന് ശേഷം കൂടുതൽ നടപടികൾ എന്തൊക്കെയായിരിക്കും, ഈ കേസിൽ ഇനി എന്തൊക്കെ നടപടികൾ ഉണ്ടാകും, ഇനി ആരാണ് അന്ന് ഓപ്പറേറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂപ്രണ്ട് വന്നതിന് ശേഷം വിശദീകരിക്കുമെന്നാണ് അറിയുന്നത്. ജിൽസി.